ഹലോ, ഈ സെക്ഷനിലേക്ക് സ്വാഗതം. മുടി ഓവർലാപ്പ് ചെയ്ത് പിണച്ച് ഒരു ബൺ ആക്കുന്നത് ഉൾപ്പെടുന്ന മനോഹരമായ ഒരു ഹെയർ സ്റ്റൈലാണ് ഇന്റർലോക്ക് ബൺ ഹെയർ സ്റ്റൈൽ. ഔപചാരിക പരിപാടികൾ മുതൽ വിവാഹങ്ങൾ വരെയുള്ള വിവിധ അവസരങ്ങളിൽ ഇത് അനുയോജ്യമാണ്. ലക്ഷ്യങ്ങൾ. ഈ സെഷൻ അവസാനിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഇനി പറയുന്നവ ചെയ്യാനാകും: 2 ഇന്റർലോക്ക് ബണ്ണുകളുടെ നടപടിക്രമങ്ങൾ, 3 ഇന്റർലോക്ക് ബണ്ണുകളുടെ നടപടിക്രമങ്ങൾ, 4 ഇന്റർലോക്ക് ബണ്ണുകളുടെ നടപടിക്രമങ്ങൾ. ആദ്യം 2 ഇന്റർലോക്ക് ബൺ ഹെയർ സ്റ്റൈലിന്റെ നടപടിക്രമം നോക്കാം. നടപടിക്രമങ്ങളുടെ വിവിധ ഘട്ടങ്ങൾ ഇപ്രകാരമാണ്. ഘട്ടം 1 മുടി തയ്യാറാക്കുക. ഘട്ടം 2 ഒരു പോണിടെയിൽ ഉണ്ടാക്കുക. ഘട്ടം 3 പോണിടെയിൽ 2 ഭാഗങ്ങളായി പകുക്കുക. ഘട്ടം 4 2 ഇന്റർലോക്കുകൾ ഉണ്ടാക്കുക. ഘട്ടം 5 ഹെയർ സ്റ്റൈൽ സജ്ജമാക്കുക. ഇനി നമുക്ക് ഓരോ ഘട്ടവും വിശദമായി നോക്കാം. വൃത്തിയുള്ളതും ഉണങ്ങിയതുമായ മുടിയിൽ വേണം ചെയ്തു തുടങ്ങാൻ. നടപടിക്രമത്തിന് മുമ്പ് നിങ്ങളുടെ കൈകൾ ശുദ്ധവും അണുവിമുക്തവുമാണെന്ന് ഉറപ്പാക്കുക. തലമുടി പൊട്ടുന്നതും വലിയുന്നതും കുറയ്ക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന മൃദുവായ ഉപകരണമായ വിശാലമായ പല്ലുള്ള ചീപ്പെടുത്ത് വേണം തുടങ്ങാൻ. മുടി മുഴുവൻ ശേഖരിച്ച് തലയുടെ മുകൾ ഭാഗത്ത് ആവശ്യമുള്ള ഉയരത്തിൽ ഒരു പോണിടെയിൽ ഉണ്ടാക്കുക. ഒരു റബ്ബർ ബാൻഡ് എടുത്ത് പോണിടെയിൽ ഉറപ്പിക്കുക. ഇത് ഇന്റർലോക്ക് ബണ്ണിന് നല്ല ഉറപ്പ് നൽകുന്നു. ചീപ്പ് ഒരിക്കൽ കൂടി എടുത്ത് കുരുക്കുകളില്ല എന്നുറപ്പാക്കാൻ പോണിടെയിലിന്റെ അറ്റം വരെ ശ്രദ്ധാപൂർവം ചീവുക. പോണിടെയിൽ 2 തുല്യഭാഗങ്ങളായി പകുക്കുക. മുടി 2 വ്യത്യസ്ത ഭാഗങ്ങളാക്കുക. മുകളിൽ നിന്ന് ഒരു ഭാഗവും താഴെ നിന്ന് മറ്റൊരു ഭാഗവും എടുക്കുക. ഇത് ബോബി പിന്നുകൾ കൊണ്ട് പിൻ ചെയ്യുക. ഇത് ഹെയർ സ്റ്റൈൽ ഇളകാതെ ഉറപ്പിച്ചു നിർത്തും. ആദ്യ ഭാഗമെടുത്ത് മുടി പുറകോട്ട് ചീകുക. ബാക്ക് കോമ്പിങ്ങിൽ മുടി നേരെ വിപരീത ദിശയിൽ ചീകുന്നതുകൊണ്ട് വോളിയവും ഇഴയടുപ്പവും ഉണ്ടെന്ന് തോന്നിക്കും. തുടർന്ന് ആദ്യ ഭാഗം പോണിടെയിലിന്റെ മധ്യഭാഗത്തേക്ക് വിപരീത ദിശയിൽ റോൾ ചെയ്യുക. ബോബി പിന്നുകൾ ഉപയോഗിച്ച് റോൾ നന്നായി മുറുകി ഉറച്ചിരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. റോളുകളുടെ പൂർണ്ണത നിലനിർത്താൻ പിന്നുകൾ വേണ്ടയിടത്ത് പുറത്ത് കാണാത്ത രീതിയിൽ വേണം കുത്താൻ. ഒരു നല്ല ശീലം: റോൾ ചെയ്ത മുടി നന്നായി ഉറച്ചിരിക്കാൻ നേരിയ തോതിൽ ഹെയർ സ്പ്രേ ഉപയോഗിക്കുക. രണ്ടാമത്തെ ഭാഗത്തും ഇതേപോലെ ചെയ്യുക. വോളിയം കൂട്ടാൻ ആദ്യം ബാക്ക് കോമ്പിംഗ് നടത്തുക. തുടർന്ന് പോണിടെയിലിന്റെ മധ്യഭാഗത്തേക്ക് റോൾ ചെയ്യുക. 2 റോളുകളും ഒരുമിച്ച് പിൻ ചെയ്യാൻ നിങ്ങൾക്ക് ബോബി പിൻ ഉപയോഗിക്കാം. 2 റോളുകളും അടുത്തടുത്തായിരിക്കും. അവസാനമായി റോളുകളിലുടനീളം ഹെയർ സ്പ്രേ പ്രയോഗിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് സ്റ്റൈൽ യഥാസ്ഥാനത്ത് നിലനിർത്താനും പാറിപ്പറക്കുന്ന മുടിയിഴകൾ ഒതുക്കിവെക്കാനും സഹായിക്കും. നിങ്ങൾക്ക് അത് തനതായ രീതിയിൽ ആക്സസറൈസ് ചെയ്യാം. ഇത്രയുമേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് 2 ഇന്റർലോക്ക് ബൺ ഹെയർ സ്റ്റൈൽ ചെയ്യാനാകും. നമുക്കിനി 3 ഇന്റർലോക്ക് ബൺ ഹെയർ സ്റ്റൈലിന്റെ നടപടിക്രമം നോക്കാം. നടപടിക്രമങ്ങളുടെ വിവിധ ഘട്ടങ്ങൾ ഇപ്രകാരമാണ്. ഘട്ടം 1 മുടി തയ്യാറാക്കുക. ഘട്ടം 2 ഒരു പോണിടെയിൽ ഉണ്ടാക്കുക. ഘട്ടം 3 പോണിടെയിൽ 3 ഭാഗങ്ങളായി പകുക്കുക. ഘട്ടം 4 3 ഇന്റർലോക്കുകൾ ഉണ്ടാക്കുക. ഘട്ടം 5 ഹെയർ സ്റ്റൈൽ സജ്ജമാക്കുക. ഇനി നമുക്ക് ഓരോ ഘട്ടവും വിശദമായി നോക്കാം. ഹെയർ സ്റ്റൈലിന് വൃത്തി ഉറപ്പാക്കാൻ വൃത്തിയുള്ളതും ഉണങ്ങിയതുമായ മുടിയിൽ ചെയ്തു തുടങ്ങുക. മുടിയിലെ കെട്ടുകൾ മൃദുവായി വേർപെടുത്താൻ വിശാലമായ പല്ലുള്ള ചീപ്പ് ഉപയോഗിക്കുക. സ്റ്റൈലിംഗ് പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന കെട്ടുകളോ കുരുക്കുകളോ ഇല്ലെന്ന് ഉറപ്പാക്കാൻ ഈ ഘട്ടം നിർണായകമാണ്. എല്ലാ മുടിയും ശേഖരിച്ച് തലയുടെ മുകളിലായി ഒരു പോണിടെയിൽ ഉണ്ടാക്കുക. ഒരു റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് പോണിടെയിൽ ഉറപ്പിക്കുക. അത് മുടി ഉറച്ചിരിക്കാൻ പര്യാപ്തമാണെന്ന് ഉറപ്പാക്കുക. ഇനി പോണിടെയിലിൽ നിന്ന് കുറച്ച് മുടിയെടുത്ത് മുകളിലേക്ക് വലിക്കുക. അപ്പോൾ ഈ ഭാഗം നന്നായി മുറുകിയിരിക്കും.
അതുറപ്പിക്കാൻ ഹെയർ പിന്നുകളോ ബോബി പിന്നുകളോ ഉപയോഗിക്കുക. അവ കുത്തനെ വയ്ക്കുക. ആ ഭാഗം ഉയർന്ന് മുടിയുടെ ബാക്കി ഭാഗങ്ങളിൽ നിന്ന് വേർതിരിഞ്ഞിരിക്കണം. പോണിടെയിലിന്റെ ബാക്കിയുള്ള ഭാഗത്ത് നിന്ന് മുടിയുടെ 2 ഭാഗങ്ങൾ കൂടി ഉപയോഗിച്ച് മുമ്പത്തെ ഘട്ടം ആവർത്തിക്കുക. ഇടതുവശത്ത് നിന്ന് ഒരു ഭാഗവും വലതുവശത്ത് നിന്ന് മറ്റൊന്നും എടുക്കുക. മുടി മുകളിലേക്ക് വലിക്കുകയും പിന്നുകൾ ഉപയോഗിച്ച് ഉറപ്പിക്കുകയും ചെയ്യുക. 3 ഭാഗങ്ങളും ഉറപ്പിച്ച ശേഷം മധ്യഭാഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ ഭാഗം ഒരു ചീപ്പെടുത്ത് ബാക്ക് കോംബ് ചെയ്യുക. ഈ വിദ്യ മുടിക്ക് വോളിയവും ഇഴയടുപ്പവും നൽകുന്നു. നിങ്ങൾ മധ്യഭാഗം ബാക്ക് കോംബ് ചെയ്തു കഴിഞ്ഞാൽ അത് മുറുകെ പിടിച്ച് പോണിടെയിലിന്റെ അടിഭാഗത്തേക്ക് റോൾ ചെയ്യാൻ തുടങ്ങുക. നിങ്ങളുടെ വിരലുകൾ ഉപയോഗിച്ച് മുടിയിൽ ഒരു ലൂപ്പ് ആകൃതി ഉണ്ടാക്കുക. ലൂപ്പ് ഉറപ്പിക്കാൻ ലൂപ്പിനു ചുറ്റും തിരശ്ചീനമായോ കോണോടു കോണായോ ഹെയർ പിന്നുകൾ കുത്തുക. അവ മുടി ബലമായി വെച്ച് തലയിൽ ലൂപ്പ് നന്നായി ഉറപ്പിച്ചു വെക്കുന്നു. ഒരു നല്ല ശീലം. റോൾ ചെയ്ത മുടി നന്നായി ഉറപ്പിക്കുന്നതിന് നേരിയ തോതിൽ ഹെയർ സ്പ്രേ ഉപയോഗിക്കുക. ഇടതുവശത്തുള്ള ഭാഗത്തേക്ക് നീങ്ങുമ്പോൾ മധ്യഭാഗത്ത് നിങ്ങൾ ചെയ്തതുപോലെ ഈ ഭാഗവും ഒരു ചീപ്പെടുത്ത് ബാക്ക് കോംബ് ചെയ്യുക. ഈ ബാക്ക് കോംബിംഗ് മുടിക്ക് വോളിയം കൂട്ടുകയും പൂർണ്ണമായ ഒരു ലൂപ്പ് ഉണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ബാക്ക് കോംബിംഗ് ചെയ്തു കഴിഞ്ഞാൽ ഇടതുഭാഗം പോണിടെയിലിന്റെ അടിഭാഗത്തേക്ക് റോൾ ചെയ്ത് തുടങ്ങുക. നിങ്ങളുടെ വിരലുകൾ ഉപയോഗിച്ച് അതിനെ ഒരു ലൂപ്പാക്കി മാറ്റുക. റോൾ ചെയ്യുമ്പോൾ നിങ്ങൾ നേരത്തെ സൃഷ്ടിച്ച ലൂപ്പുമായി ലൂപ്പ് ഓവർലാപ്പ് ചെയ്യുന്നുണ്ടെന്നും ആ ലൂപ്പിന്റെ മധ്യഭാഗത്ത് പൂർത്തിയാകുന്നുവെന്നും ഉറപ്പാക്കുക. മുമ്പത്തെ പോലെ ഹെയർ പിന്നുകൾ തിരശ്ചീനമായോ കോണോടു കോണോ കുത്തിക്കൊണ്ട് ഇടത് ലൂപ്പ് ഉറപ്പിക്കുക. വലതുഭാഗത്ത് അതേ പ്രക്രിയ ആവർത്തിക്കുക. വോളിയവും ഇഴയടുപ്പവും തോന്നാൻ മുടി ബാക്ക് കോംബ് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ വിരലുകൾ കൊണ്ട് റോൾ ചെയ്ത് ഒരു ലൂപ്പ് ഉണ്ടാക്കുക. വലത് ലൂപ്പ് മുമ്പത്തെ ലൂപ്പിനെ ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് ഹെയർ പിന്നുകൾ ഉപയോഗിച്ച് ദൃഢമായി ഉറപ്പിക്കുക. ഹെയർ സ്റ്റൈൽ ഇളകാതെ ദിവസം മുഴുവൻ നിലനിൽക്കുന്നതിനു വേണ്ടി മുടിയിൽ ഉടനീളം ഹെയർ സ്പ്രേ നല്ലപോലെ പ്രയോഗിക്കുന്നത് നന്നായിരിക്കും. ആവശ്യമുള്ള സ്റ്റൈൽ സജ്ജീകരിക്കുന്നതിനും പൊങ്ങിവരുന്നതോ പാറിപ്പറക്കുന്നതോ ആയ മുടിയിഴകൾ ഒതുക്കിവെക്കുന്നതിനും ഹെയർ സ്പ്രേ സഹായിക്കുന്നു. വേണമെങ്കിൽ ഇന്റർലോക്ക് ബണ്ണിന്റെ സ്വാഭാവിക രൂപഭംഗി വർദ്ധിപ്പിക്കുന്നതിന് അലങ്കാര ഹെയർ പിന്നുകളോ പൂക്കളോ മറ്റ് ആക്സസറികളോ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇന്റർലോക്ക് ബൺ ആക്സസറൈസ് ചെയ്യാം. ഈ വിശദമായ ഘട്ടങ്ങൾ പിന്തുടരുന്നതിലൂടെ നിങ്ങൾക്ക് വിവിധ അവസരങ്ങളിലോ ദിവസേനയോ സ്റ്റൈലായി 3 ഇന്റർലോക്ക് ബൺ ഹെയർ സ്റ്റൈൽ ചെയ്യാം. ഇനി നമുക്ക് 4 ഇന്റർലോക്ക് ബൺ ഹെയർ സ്റ്റൈലിന്റെ നടപടിക്രമങ്ങൾ നോക്കാം. നടപടിക്രമങ്ങളുടെ വിവിധ ഘട്ടങ്ങൾ ഇപ്രകാരമാണ്. ഘട്ടം 1 മുടി തയ്യാറാക്കുക. ഘട്ടം 2 ഒരു പോണിടെയിൽ ഉണ്ടാക്കുക. ഘട്ടം 3 പോണിടെയിൽ 4 ഭാഗങ്ങളായി പകുക്കുക. ഘട്ടം 4 ഇന്റർലോക്കുകൾ ഉണ്ടാക്കുക. ഘട്ടം 5 ഹെയർ സ്റ്റൈൽ സജ്ജമാക്കുക. ഇനി നമുക്ക് ഓരോ ഘട്ടവും വിശദമായി നോക്കാം. മിനുസമുള്ളതും നന്നായി സജ്ജമാക്കിയതുമായ ഹെയർ സ്റ്റൈൽ ലഭിക്കാൻ വൃത്തിയുള്ളതും ഉണങ്ങിയതുമായ മുടിയിൽ നിന്ന് തുടങ്ങേണ്ടത് പ്രധാനമാണ്. സ്റ്റൈലിംഗിന് മുമ്പും ഉറപ്പും നിയന്ത്രണവും വർദ്ധിപ്പിക്കുന്നതിന് അനുയോജ്യമായ ഒരു ഹെയർ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. ഇത് ഹെയർ സ്റ്റൈൽ ദിവസം മുഴുവൻ നിലനിർത്താനും മുടിക്ക് കൂടുതൽ ഉറപ്പും ഘടനയും നൽകാനും സഹായിക്കും. കെട്ടുകളോ കുരുക്കുകളോ ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാൻ മുടി നന്നായി ചീകിക്കൊണ്ട് തുടങ്ങുക. വിശാലമായ ടൂത്ത് സ്റ്റൈലിംഗ് ചീപ്പ് എടുത്ത് മുടിയിൽ മൃദുവായി ചീകുക. അത് മിനുസമായി സ്റ്റൈലിംഗിന് തയ്യാറായി എന്നും ഉറപ്പുവരുത്തുക. അന്തിമഫലം മിനുസമുള്ളതും വൃത്തിയുള്ളതുമായിരിക്കുന്നതിന് ഈ ഘട്ടം നിർണായകമാണ്. തലയുടെ മുകളിലുള്ള എല്ലാ മുടിയും
ഒരുമിച്ച് കൊണ്ടുവരിക. ഒരു ഹെയർ ഇലാസ്റ്റിക് ഉപയോഗിച്ച് ഉറപ്പിക്കുക. ഉയർന്ന പോണിടെയിൽ ഉണ്ടാക്കുക. തൃപ്തികരമായ രൂപത്തിൽ തലയുടെ മുകളിൽ വേണം ഇത് സൃഷ്ടിക്കാൻ. പോണിടെയിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ 4 തുല്യഭാഗങ്ങളാക്കി പകുക്കുക. ഇത് ചെയ്യുന്നതിന് പോണിടെയിൽ 2 ഭാഗങ്ങളായി ഭാഗിക്കുക. തുടർന്ന് ലംബമായി 2 അധിക ഭാഗങ്ങളായി ഭാഗിക്കുക. ഇങ്ങനെ മൊത്തം 4 ഭാഗങ്ങൾ ഉണ്ടാക്കുക. അതിൽ ഓരോന്നിലായി വേണം ചെയ്യാൻ. 4 ഭാഗങ്ങളിൽ ഓരോന്നും വേർതിരിച്ച് വയ്ക്കാൻ അവ ഓരോന്നും ഹെയർ പിന്നുകളോ ബോബി പിന്നുകളോ ഉപയോഗിച്ച് ഉറപ്പിക്കുക. പിന്നുകൾ പുറത്ത് കാണാത്ത വിധത്തിൽ നന്നായി ഉറപ്പിക്കാൻ ശ്രദ്ധിക്കുക. സ്റ്റൈൽ ചെയ്ത് അവസാനിക്കുമ്പോഴും അവ മറഞ്ഞു തന്നെ ഇരിക്കണം. ഓരോ ഭാഗങ്ങളും ക്രമമായി ചെയ്യാൻ ഈ ചുവട് സഹായിക്കും. മുകളിലെ ഭാഗങ്ങളിൽ നിന്ന് ആരംഭിച്ച് മുടി മൃദുവായി ബാക്ക് കോംബ് ചെയ്യാൻ ഒരു ടെയിൽ ചീപ്പ് ഉപയോഗിക്കുക. ബാക്ക് കോംബിങ്ങിൽ മുടി തലയോട്ടിയിലേക്ക് ചീകുന്നത് വോളിയവും ഘടനയും ഉണ്ടാക്കുന്നു. ഓരോ ഭാഗങ്ങളിലും ഉയരവും പൂർണ്ണതയും കൈവരുന്നതിന് ഈ ടെക്നിക് ചെയ്യുക. ബാക്ക് കോംബിങ്ങിന് ശേഷം ബാക്ക് കോംബ് ചെയ്ത ഭാഗം എടുത്ത് പോണിടെയിലിന്റെ മധ്യഭാഗത്തേക്ക് വിരലുകൾ ഉപയോഗിച്ച് മുറുകെ റോൾ ചെയ്യുക. റോൾ രൂപപ്പെട്ടു കഴിഞ്ഞാൽ ഹെയർ പിന്നുകളോ ബോബി പിന്നുകളോ ഉപയോഗിച്ച് അത് ഉറപ്പിക്കുക. ഹെയർ സ്റ്റൈലിനുള്ളിൽ പിന്നുകൾ മറഞ്ഞിരിക്കുന്നു എന്ന് ഉറപ്പാക്കുക. ഒരു നല്ല ശീലം. റോൾ ചെയ്ത മുടി നന്നായി ഉറപ്പിക്കുന്നതിന് നേരിയ തോതിൽ ഹെയർ സ്പ്രേ ഉപയോഗിക്കുക. ആദ്യത്തേതിന് എതിർവശത്തുള്ള അടുത്ത ഭാഗത്തേക്ക് നീങ്ങുക. ഭാഗം എടുത്ത് ഒരു റോൾ ഉണ്ടാക്കുക. സ്കാൾപ്പിലേക്ക് മുടി റോൾ ചെയ്യുക. വോളിയവും ഇഴയടുപ്പവും ഉണ്ടാവാൻ ഈ ഭാഗവും ബാക്ക് കോംബ് ചെയ്യുക. ബാക്ക് കോംബ് ചെയ്തു കഴിഞ്ഞാൽ മുടി റോൾ ചെയ്ത് ഹെയർ പിന്നുകൾ ഉപയോഗിച്ച് ഉറപ്പിക്കുക. ഇടതുഭാഗം എടുത്ത് ആദ്യത്തെ റോളിനുള്ളിൽ പിൻ ചെയ്യുക. വോളിയം നൽകുന്നതിന് ബാക്ക് കോംബിംഗ് ചെയ്ത് വശത്തുള്ള രണ്ടാമത്തെ റോളിലേക്ക് റോൾ ചെയ്യുക. ബോബി പിൻ ഉപയോഗിച്ച് ഇത് പിൻ ചെയ്യുക. വലതുവശത്ത് ശേഷിക്കുന്ന അവസാന ഭാഗത്ത് ഈ ഘട്ടം ആവർത്തിക്കുക. ബാക്ക് കോംബിംഗ് ചെയ്യുക. വശത്തുള്ള രണ്ടാമത്തെ റോളിലേക്ക് റോൾ ചെയ്ത് ഓരോ റോളും ഭംഗിയായി ഉറപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. സ്റ്റൈൽ സജ്ജീകരിക്കാനും അത് അതേപടി നിലനിൽക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും മുഴുവൻ ഹെയർ സ്റ്റൈലിലും മിതമായി ഹെയർ സ്പ്രേ പ്രയോഗിക്കുക. ഇത് റോളുകൾ ഉറച്ചിരിക്കാനും പാറിപ്പറക്കുന്ന മുടിയിഴകൾ ഒതുക്കി വയ്ക്കാനും 4 ഇന്റർലോക്ക് ഹെയർ സ്റ്റൈലിന് കൂടുതൽ ഉറപ്പോടെ അധിക നേരം നിലനിൽക്കാനും സഹായകമാകും. കൂടുതൽ മനോഹരമാക്കാൻ വ്യക്തിപരമായ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് ബണ്ണ് ആക്സസറൈസ് ചെയ്യാം. ഈ ഘട്ടങ്ങൾ ശ്രദ്ധാപൂർവം പിന്തുടരുന്നതിലൂടെ വൈവിധ്യമാർന്ന അവസരങ്ങൾക്ക് അനുയോജ്യമായ അല്ലെങ്കിൽ ദൈനംദിന ഹെയർ സ്റ്റൈലിംഗ് ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഒരു വിശിഷ്ടമായ 4 ഇന്റർലോക്ക് ബൺ നിങ്ങൾക്ക് ഭംഗിയായി നിർമ്മിക്കാൻ കഴിയും. ഇതോടെ ഈ സെക്ഷൻ അവസാനിച്ചിരിക്കുകയാണ്. ഈ സെക്ഷനിൽ നിന്നും നിങ്ങൾ 2 ഇന്റർലോക്ക് ബൺ, 3 ഇന്റർലോക്ക് ബൺ, 4 ഇന്റർലോക്ക് ബൺ എന്നിവ എങ്ങനെ ചെയ്യണമെന്ന് പഠിച്ചു. വീഡിയോ കണ്ടതിന് നന്ദി. വീണ്ടും അടുത്ത സെക്ഷനിൽ കാണാം.